നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ LD ടൈപ്പിസ്റ്റ്, അതായത് കാറ്റഗറി നമ്പർ 106/2025, 107/2025 ഈ രണ്ട് തസ്തികകളിലേക്കുമുള്ള ഡേറ്റിന് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരുന്നു. ജൂലൈ 16 ആയിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പം ഓഗസ്റ്റ് 11 മുന്നേ ആണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. 11/8/2025 കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ കൊടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുക. ലോഗിൻ ചെയ്ത് കയറുമ്പോൾ കൺഫർമേഷൻ എന്ന് വന്ന് കിടപ്പുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ പോസ്റ്റുകളെല്ലാം അവിടെ കാണാൻ സാധിക്കും. ആ പോസ്റ്റുകളുടെ നേരെ തന്നെ അതിൻ്റെ കാറ്റഗറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺഫേം നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ കൺഫേം നൗവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് നമുക്ക് കാണിക്കും. ഇതിൽ 22/10/2025 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണോ നമ്മൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ ഡിസ്ട്രിക്റ്റിലെ താലൂക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളമാണ് കൊടുക്കേണ്ടത്. അപ്പം തമിഴ്, കന്നഡ ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. അതായത് നമുക്ക് നമ്മുടെ സിലബസിൽ മലയാളം കാണും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്നുള്ളത് മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ഒരു ചെക്ക് ബോക്സ് കാണാം. അവിടെ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൺഫർമേഷൻ എന്താകും? സബ്മിറ്റ് ആകും. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് താഴെ ഒരു ബോക്സിൽ കാണാൻ പറ്റും. Proceed with the submission of your confirmation for writing the examination category number കാണിക്കും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്താ നമ്മുടെ കൺഫർമേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ കൺഫർമേഷൻ കൊടുക്കുന്നത് കാണിച്ച് തന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ കാണും. അതുപോലെ തന്നെ ഫോണിൽ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഡൗട്ട് ഉള്ളവർ കാണും. അപ്പോൾ സൂക്ഷിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും 10 മാർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്നും 10 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്ക്, മലയാളം 20 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. നമ്മുടെ സിലബസ് ഇപ്പോൾ വന്നിട്ടില്ല. സിലബസ് വരുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് അറിയാൻ പറ്റും. ഉൾപ്പെടുത്തുവാണെങ്കിലും കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ DCയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാനേ സാധ്യതയുള്ളൂ. മാറ്റം വരുത്താനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. കൺഫർമേഷൻ കൊടുക്കാത്തവരൊക്കെ ഉടൻ തന്നെ കൊടുക്കുക. താങ്ക്